വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന് കണക്കുകൾ സമർപ്പിച്ചെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചെന്ന AG കോടതിയിൽ. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനാകുമോ എന്ന് കേന്ദ്രം വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി. 181 വിശദാംശങ്ങളുമായി ഷബന സിയാദുണ്ട്. ഷബന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇനി SDRF-ൽ ആകെയുള്ളത് 181 കോടിയാണ് എന്ന വിവരം കോടതിയെ അറിയിച്ചത്. ഈ 181 കോടി വിനിയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ SDRF വിനിയോഗവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം എന്നാണ് കോടതിയെ അറിയിച്ചത്. അത്തരത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ SDRF ഇനി ഉപയോഗിക്കാൻ സാധിക്കൂ. സംസ്ഥാന സർക്കാരിന് ഈ പണം വിനിയോഗിക്കണമെങ്കിൽ കേന്ദ്ര മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് കോടതി അറിയിച്ചു. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ കേന്ദ്രത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കേന്ദ്ര മാനദണ്ഡം ഏത് തരത്തിൽ മാറ്റാൻ പറ്റും എന്നത് സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകുന്ന ഫണ്ട് സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യം പറയണം എന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 181 കോടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ 181 കോടി എന്ന് പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാത്രം വിനിയോഗിക്കാൻ കഴിയില്ല. ഈ SDRF ഫണ്ട് വിനിയോഗിക്കുന്നതിന് നിരവധി നടപടിക്രമങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാർ ആണ് എന്നാണ് കോടതിയിൽ ഇന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ചുള്ള കണക്ക് സമർപ്പിച്ചു, അല്ലെങ്കിൽ കത്തയച്ചിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചു എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ കത്ത് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകന്റെ മറുപടി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും കത്തയക്കാം എന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഹർജി ഏതായാലും ജനുവരി 10-ാം തീയതിയിലേക്ക് പരിഗണിക്കാൻ മാറ്റി. ഇതിനിടെ ഈ SDRF വിനിയോഗം സംബന്ധിച്ച മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ വിശദീകരണം നൽകാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷബന, അതുതന്നെയാണ്, അതായത് ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുമോ, ഇനിയെങ്കിലും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമോ എന്നുള്ളതാണ്. വയനാട്ടുകാർക്ക് ഇനിയെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം ഇപ്പോൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല. 181 കോടി മാത്രം SDRF ഫണ്ടിലുണ്ട്. ഈ ഫണ്ടിൽ ഈ പൈസ ഉണ്ടെങ്കിലും അത് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കണം എന്ന ആവശ്യം ഇന്നും കോടതിയിൽ സംസ്ഥാന സർക്കാർ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോടതിയും ഇത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഏതെങ്കിലും തരത്തിൽ സഹായം നൽകാനാകുമോ എന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 10-ാം തീയതി, അതായത് ജനുവരി 10-ാം തീയതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയേക്കും. ശരി, ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.